മായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുകയായിരുന്നു ഹബീബായ നബി 17 മാസത്തോളം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. നബിയേ, ആകാശത്തേക്ക് കണ്ണുയർത്തി നിങ്ങൾ കാത്തി നിൽക്കുന്നത് അല്ലാഹു കാണുന്നുണ്ട് നബിയേ. അവിടുത്തെ വല്ലിപ്പയായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം, അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം, നമ്മുടെ ഹബീബായ നബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്ലിപ്പയാണ് ഇസ്മായിൽ നബി. അവരുടെ ഉപ്പയല്ലേ ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പോ അവിടുത്തെ വല്ലിപ്പയും മോനും ഉണ്ടാക്കിയ മസ്ജിദുൽ ഹറാമിന്റെ മധ്യത്തിൽ കിടക്കുന്ന വിശുദ്ധമായ കഅബാലയം, ആ കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം. അത് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകാ. ഈ ഭൂമിയിൽ ആദ്യമായി അല്ലാഹുവിനെ നിസ്കരിക്കാൻ പണിയപ്പെട്ട ആദ്യത്തെ വീടല്ലയോ, ആദ്യത്തെ മസ്ജിദല്ലയോ കഅബ? ഭൂമിയിലെ ആദ്യത്തെ മസ്ജിദ്. അവിടേക്ക് എനിക്കൊന്ന് തിരിഞ്ഞ് നിസ്കരിക്കണമെന്ന് ഹബീബായ നബിക്ക് ആഗ്രഹമുണ്ട് മനസ്സിൽ. പക്ഷെ അല്ലാഹു ആഹ്വാനം ചെയ്തത് മസ്ജിദുൽ അഖ്സയിലേക്ക്, ജെറൂസലേമിലേക്ക്, മദീനയിൽ നിന്നുള്ള വടക്ക് പടിഞ്ഞാറിലേക്ക് തിരിയാനാണ്. അങ്ങനെ ഹബീബായ നബി കാത്തിരിക്കുമായിരുന്നു. എപ്പോഴാണോ ഖിബ്ല മാറ്റം, കഅബയിലേക്ക് തിരിക്കണം എന്ന് അല്ലാഹു പറയുന്ന വിവരവുമായി ജിബ്രീൽ അലൈഹിസ്സലാം എപ്പോഴാണ് വരുന്നത് എന്ന് ആകാശത്തേക്ക് നോക്കി നബി തങ്ങൾ കാത്തിരിക്കുമായിരുന്നു. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. ഖദ് നറാ തഖല്ലുബ വജ്ഹിക്. അങ്ങയുടെ മുഖം ആകാശത്തേക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചും നോക്കുന്നത്. ഫിസ്സമാ. ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നുണ്ടോ? ഇനി കഅബയിലേക്ക് തിരിഞ്ഞോളൂ നബിയേ എന്ന് പറയുന്ന ആഹ്വാനം എപ്പോഴാണ് വരുന്നത് എന്ന് വഹിയും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന നോട്ടം അല്ലാഹു കാണുന്നുണ്ട് നബിയേ. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. അങ്ങയുടെ പരിശുദ്ധമായ വജ്ഹ്, അങ്ങയുടെ മുഖം ഇനി ഇതാ അങ്ങും മുസ്ലിമീങ്ങളും കഅബയിലേക്കാണ് തിരിയേണ്ടത്. ആ വിവരം ഹബീബായ നബി തങ്ങൾക്ക് വന്നു, വഹി വന്നു. സ്വഹാബിമാർ മസ്ജിദുൽ ഖിബ്ലതൈനിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. മസ്ജിദുൽ ഖിബ്ലതൈൻ മദീനയിൽ പോയ മുഴുവൻ ആളുകളും സന്ദർശിക്കാറുണ്ടല്ലോ. 2 ഖിബ്ലയിലേക്ക് നിന്ന പള്ളിയാണത്. ഒരു ഭാഗം വടക്കിലേക്കാണ് ഖിബ്ല, കഅബ കിടക്കുന്ന തെക്കിലേക്കാണ്, നേരെ ഓപ്പോസിറ്റ്. അസ്ർ നിസ്കാരത്തിൽ 2ാമത്തെ റക്അത്തിലാണ് സ്വഹാബിമാർക്ക് വിവരം കിട്ടുന്നത്. കഅബാലയത്തിലേക്ക് മുഖം തിരിക്കാൻ അല്ലാഹുവിൻ്റെ റസൂലിന് വഹി വന്നിരിക്കുന്നു. അവരാരും പറഞ്ഞില്ല. എന്നാൽ അസ്റങ്ങ് കഴിഞ്ഞോട്ടെ, മഗ്രിബ് മുതലാവാം. കാരണം ഒന്നാകെ തിരിയണ്ടേ. ഇങ്ങോട്ട് റുക്വയിൽ കിടക്കുന്ന മുഅ്മിൻ നേരെ തിരിയണം തെക്ക് ഭാഗത്തേക്ക്. മക്ക തെക്കിലാണ്, മസ്ജിദുൽ അഖ്സ ജെറൂസലേം വടക്കിലാണ്. വടക്കിലേക്ക് തിരിഞ്ഞു നിന്ന സ്വഹാബിമാർ തെക്കിലേക്ക് തിരിയാ. ഇമാമ് ബാക്കിലും മുഅ്മിനീങ്ങൾ മുമ്പിലോ. അപ്പോൾ 2 റക്അത്തിൽ അങ്ങനെ ഒരു നിർദ്ദേശം വന്നപ്പോൾ പോലും ഒരു സ്വഹാബിയോ ഒരാളും അക്കൂട്ടത്തിൽ എനിക്കിത് ചെയ്യാൻ നേരായില്ലെന്നോ, ഇപ്പൊ പറ്റില്ലെന്നോ, ഇത് പ്രയാസമാണെന്നോ പറഞ്ഞ് മാറി നിന്നില്ല. എല്ലാവരും കഅബയിലേക്ക് തിരിയുകയാണുണ്ടായത്. റുക്കൂഇന്റെ നൃത്തത്തിൽ, റുക്കൂഇൽ നിന്ന് തിരിഞ്ഞു നോക്കി വലിയ തല പിന്നും ചിലപ്പോൾ. ആ ഒരൊറ്റ നൃത്തത്തിൽ വടക്കിൽ നിന്ന് തെക്കിലേക്ക് തിരിയാണ്, കഅബാലയത്തിലേക്ക്. റസൂലുള്ളാഹി തങ്ങൾക്ക് വഹി വന്നു. എന്നാൽ പിന്നെ ചോദ്യമില്ല.